കുട്ടികൾക്ക് ഉണ്ടാവുന്ന അലർജീസ് ഇല്ലേ ഇപ്പൊ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടുപിടിച്ച 3 കോമൺ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം ലേറ്റ് എക്സ്പോഷർ ടു ഫുഡ്സ്. കുട്ടികൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന സമയം തന്നെ നിങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്സും ചെറിയ ക്വാണ്ടിറ്റിയിലെങ്കിലും അവർക്ക് കൊടുത്തു തുടങ്ങാം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അലർജി ആണെന്ന് പേടിച്ചുകൊണ്ട് അല്ലെ അലർജി ആവുമെന്ന് പേടിച്ചിട്ട് ചില ഭക്ഷണങ്ങൾ അവരുടെ ഡയറ്റിൽ നിന്ന് മാറ്റി നിർത്തരുത്. കാരണം ഇത് പിന്നീട് കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് അവർക്ക് അലർജിക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. 2, ഫ്രോസൺ ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, റെഡി ടു ഈറ്റ് പാക്ഡ് ഫുഡ്. ഇതൊക്കെ കുട്ടിയുടെ ഗ്രോയിങ് ഇയേഴ്സിൽ ഒരു 10 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഇതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഇതൊക്കെ ഗട്ട് ഹെൽത്ത്, വയറിലുള്ള കുടലിലുള്ള ബാക്ടീരിയസിനെ എഫക്ട് ചെയ്യും. അങ്ങനെ അലർജീസ് ഉണ്ടാവാൻ സാധ്യത. 3, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. രാവിലെയും വൈകിട്ടുള്ള വെയിലാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ബെസ്റ്റ് സോഴ്സ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അധികം ഇൻഡോഴ്സ് ആണ്, പുറത്തു പോകുന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വൈറ്റമിൻ ഡി കുറയുകയും അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്. അങ്ങനെ അലർജി ഉണ്ടാവും. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കുക.